ചിന്തിച്ചു നോക്ക്, സ്വന്തം മാതാവിൻ്റെ ജീവന് വിലയില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ നിന്റെ മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും പറയരുതെന്ന് ഖുർആൻ കൽപ്പിക്കുന്നത്. മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങൾ സ്വന്തം മാതാവിൻ്റെ കൂടെ ഇരുന്ന് ഒറ്റ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ എടുത്ത് ഭക്ഷിക്കാൻ വിചാരിച്ച എന്തെങ്കിലും ഞാൻ എടുത്ത് ഭക്ഷിച്ചാൽ അത് അദബ് കേടാകില്ലേ എന്ന് ഭയന്നതുകൊണ്ടായിരുന്നു. ഒരിക്കൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോടൊരു ആഗ്രഹം പറയുന്നുണ്ട്. മകനെ, എനിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരൂ. ഒന്നും മിണ്ടാതെ മകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കയ്യിൽ മണ്ണുമായി അവൻ ഉപ്പയുടെ മുന്നിലെത്തി. തൻ്റെ കരങ്ങൾ ഉപ്പയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ തുറാബു മിൻ തുറാബിൽ ജന്ന, ഇതാ ഉപ്പ സ്വർഗത്തിലെ മണ്ണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടുപോയി. എവിടെ നിന്നാണ് എനിക്ക് സ്വർഗത്തിലെ മണ്ണ് കിട്ടിയത്? ഇതെൻ്റെ ഉമ്മയുടെ സ്വർഗീയ പാദങ്ങൾക്കടിയിൽ നിന്ന് ഞാൻ വാരിയെടുത്ത മണ്ണാണ് എന്നാണ് പറഞ്ഞത്. അൽ ജന്നത്ത് തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന വചനത്തിൻ്റെ പുലർച്ചയായിരുന്നു ഇത്. ഒരിക്കൽ ജാഹിമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? നിനക്ക് ഉമ്മയുണ്ടോ? അതേ റസൂലേ, എനിക്ക് ഉമ്മയുണ്ട്. എങ്കിൽ നീ നിൻ്റെ ഉമ്മയുടെ അടുത്ത് പോ, ആ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.